വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്ത നമ്മുടെ സ്പെഷ്യൽ അലോട്ട്മെന്റ്, ഒന്നാമത്തെ സ്പെഷ്യൽ അലോട്ട്മെന്റ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ടൈം ആയിട്ടുണ്ട്. വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. നമുക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അഡ്മിഷൻ ടു പ്രൊഫഷണൽ ഡിഗ്രി ഇൻ നഴ്സിംഗ് ആൻഡ് അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സസ് 2025-26 ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫോർ ഫോർത്ത് അലോട്ട്മെന്റ് ടിൽ 26/8/2025 4 PM. അതായത് 26-ാം തീയതി വരെയാണ് നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈം ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻസ് എന്ന് പറയുന്നത് 4ാം ഘട്ട അലോട്ട്മെന്റിലേക്ക് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട അപേക്ഷകർക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. ഇതുവരെ സർക്കാർ അംഗീകാരം കിട്ടിയ നഴ്സിംഗ് കോളേജുകളിലേക്കും അലൈഡ് ഹെൽത്ത് സയൻസ് പാരാമെഡിക്കൽ കോഴ്സുകളിലെ കോളേജിലേക്കും ഓപ്ഷൻ നൽകാവുന്നതാണ്. നഴ്സിംഗ് കോളേജുകളിലും മെറിറ്റ് സീറ്റുകളിലും പ്രവേശനം നേടിയവർക്ക് ഈ അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്നതിന് കോളേജുകളിൽ നിന്നും NOC വാങ്ങേണ്ടതില്ല. NOC പറ്റിയിട്ട് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടല്ലോ. നമുക്ക് സ്പെഷ്യൽ അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ വേണ്ടി അഡ്മിഷൻ എടുത്ത കുട്ടികൾക്കും അഡ്മിഷൻ എടുക്കാത്ത കുട്ടികൾക്കും ഇതുവരെ അലോട്ട്മെന്റ് കിട്ടാത്ത കുട്ടികൾക്കും എല്ലാവർക്കും പങ്കെടുക്കാം. NOC ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് ഓപ്ഷൻ രജിസ്ട്രേഷൻ മാത്രം കൊടുത്താൽ മതിയാകും. ഇതുവരെയും LBS രജിസ്റ്റർ ചെയ്യാത്ത കുട്ടികൾക്ക് ഇതിൽ പങ്കെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ പങ്കെടുക്കാൻ പറ്റില്ല. ഓൾറെഡി ആപ്ലിക്കേഷൻ LBS BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കലിന് വേണ്ടി ആദ്യമേ കൊടുത്ത കുട്ടികൾക്ക് മാത്രമേ ഇതിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതുപോലെ ഓഗസ്റ്റ് 26-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്, വൈകിട്ട് 4 മണിക്ക് മുന്നേ. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സ് ഇത് അറിഞ്ഞിട്ടില്ലെങ്കിൽ അവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഫോർത്ത് അലോട്ട്മെന്റിന്റെ പബ്ലിഷിംഗ് ഡേറ്റും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഓപ്ഷൻ രജിസ്ട്രേഷൻ 26-ാം തീയതിയാണ്. 27-ാം തീയതി ഫോർത്ത് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യും എന്നും വെബ്സൈറ്റിൽ പറയുന്നുണ്ട്. ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരികയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സൈറ്റിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഇനി ഏതെങ്കിലും കോളേജസ് BSc നഴ്സിംഗിന് വേണ്ടി അപ്രൂവൽ കിട്ടി ആഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതും നമ്മുടെ സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും എന്നതാണ് LBS നിന്നും കിട്ടുന്ന അപ്ഡേഷൻസ്. നോർമലി നമ്മൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അലോട്ട്മെന്റിൽ പങ്കെടുത്ത കുട്ടികൾ വീട്ടിലിരുന്നായിരിക്കും. നമ്മൾ ഓൺലൈൻ അലോട്ട്മെന്റ് ആണ്. ഇതുപോലെ തന്നെയാണ് സ്പെഷ്യൽ അലോട്ട്മെന്റ്. പ്രത്യേകിച്ച് ഇതിനു വേണ്ടി നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട, ഫീ അടയ്ക്കേണ്ട, ഒന്നും ചെയ്യേണ്ട. നിങ്ങളുടെ LBS സൈറ്റിൽ ഇപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ബോക്സ് ഓൺ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മുന്നേ ഓപ്ഷൻ എങ്ങനെയാണോ രജിസ്റ്റർ ചെയ്തത് അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജ് പ്രയോറിറ്റി ചെയ്ത് നിങ്ങൾ കോളേജ് ഓപ്ഷൻസ് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തതാണ് വാക്കൻസി ലിസ്റ്റ്. അപ്പൊ നിങ്ങൾ വാക്കൻസി നോക്കുക. ഓരോ കോളേജസിലെയും വാക്കൻസി നോക്കിയിട്ട് ഏതൊക്കെ കോളേജിലാണ്, ഏതൊക്കെ കാറ്റഗറീസിലാണ് വാക്കൻസി വന്നത്, ഏതൊക്കെ കുട്ടികളാണ് അലോട്ട്മെന്റ് കിട്ടിയിട്ടും അഡ്മിഷൻ എടുക്കാത്തത് എന്നൊക്കെ നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് മനസ്സിലാക്കി ഓൾറെഡി നിങ്ങൾ എല്ലാവരും ഓരോ ഓപ്ഷൻസ് വാക്കൻസി അനുസരിച്ച് എഴുതി വെച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. കാരണം നമ്മൾ ഇങ്ങനെ ചെയ്യണമെന്ന് ഓൾറെഡി വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യമാണ്. അപ്പൊ നിങ്ങൾക്ക് ആ ടൈമിൽ കിടന്ന് ഓടേണ്ടി വരില്ല. നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഇഷ്ടപ്പെട്ട കോളേജസ് എന്നത് പ്രയോറിറ്റി ചെയ്ത് തന്നെ വെക്കുക. എല്ലാ കോളേജസും നമുക്ക് ഓപ്ഷൻസ് വെക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുണ്ടെങ്കിൽ പോലും വാക്കൻസി മനസ്സിലാക്കി തന്നെ ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങളുടെ കാറ്റഗറി അനുസരിച്ച് ഏതെങ്കിലും കോളേജസിൽ വേക്കൻസി കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ പ്രയോറിറ്റി ചെയ്ത് വെക്കാൻ വേണ്ടി കൂടി ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഈ സ്പെഷ്യൽ അലോട്ട്മെന്റ് എത്രണ്ണം ഉണ്ട് എന്നത് നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ സാധിക്കില്ല. ഓരോ കോളേജിലും വാക്കൻസി വരുന്നതനുസരിച്ച് സ്പെഷ്യൽ അലോട്ട്മെന്റുകൾ വന്നുകൊണ്ടേ ഇരിക്കുന്നതായിരിക്കും. ഈ സ്പെഷ്യൽ അലോട്ട്മെന്റുകൾ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് സ്പോട്ട് അലോട്ട്മെന്റ് നടക്കുന്നത്. പക്ഷെ ഈ സ്പോട്ട് അലോട്ട്മെന്റിന് എല്ലാ വർഷങ്ങളിലും NOC വേണ്ടി വന്നിരുന്നു. ഈ വർഷം നമുക്ക് NOC വേണം എന്നത് തന്നെയാണ് പറയാൻ വേണ്ടി സാധിക്കുന്നത്. ഇതിൽ എന്തെങ്കിലും അപ്ഡേഷൻസോ മാറ്റങ്ങളോ വരുവാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലൂടെ അത് അപ്ഡേറ്റ് ചെയ്യുന്നതുമാകണം. പക്ഷെ ഇപ്പോൾ സ്പെഷ്യൽ അലോട്ട്മെന്റ് നിങ്ങൾക്ക് NOC വേണ്ട. അഡ്മിഷൻ എടുത്ത കുട്ടികൾക്കും അഡ്മിഷൻ എടുക്കാത്ത കുട്ടികൾക്കും ഇതുവരെയും അലോട്ട്മെന്റ് കിട്ടാത്ത കുട്ടികൾക്കും പുതുതായി ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് സ്പെഷ്യൽ അലോട്ട്മെന്റ് 1ലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ ഓപ്ഷൻസ് എങ്ങനെയാണ് വെക്കേണ്ടത് എന്നത് നമ്മൾ കറക്റ്റ് ആയിട്ട് വേക്കൻസി സീറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്തതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ അതുവഴി ചെന്ന് കണ്ടു നോക്കിയതിന് ശേഷം മാത്രം ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യുക. വളരെ ശ്രദ്ധാപൂർവം ചെയ്യുക. നമുക്കിനി ഒരുപാട് അലോട്ട്മെന്റ്സ് കൂടുതലില്ല. അപ്പോൾ പ്രത്യേകിച്ച് മാർക്ക് കുറഞ്ഞ കുട്ടികൾ കുറച്ചുകൂടി ശ്രദ്ധിച്ചും കണ്ടും ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നിങ്ങളുടെ റിസർവേഷൻ, നിങ്ങളുടെ കാറ്റഗറി, നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക്, നിങ്ങളുടെ റാങ്ക് അതൊക്കെ ബേസ് ചെയ്ത് ഓരോ കോളേജിൽ എത്രത്തോളം കുട്ടികൾ
കുട്ടികളാണ് കിട്ടിയിട്ടും എടുക്കാതിരുന്നത്. ആ സീറ്റൊക്കെ വാക്കൻസി ഉണ്ട്, അതൊക്കെ മനസ്സിലാക്കി വേണം നിങ്ങൾ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യേണ്ടത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അത് ചെന്ന് കണ്ടു നോക്കിയതിന് ശേഷം മാത്രം രജിസ്റ്റർ ചെയ്യുക. ധൃതിപ്പെട്ട് ഒന്നും ചെയ്യാതിരിക്കുക. 26-ാം തീയതി വരെ നമുക്ക് ഡേറ്റ് ഉണ്ട്. കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഇരുന്ന് എഴുതുക. നിങ്ങൾക്ക് ഏതൊക്കെ കോളേജസ് ആണ് ഇഷ്ടം, എവിടേക്കാണ് നിങ്ങളുടെ ഡിസ്റ്റൻസ് അനുസരിച്ച് നിങ്ങൾക്ക് അടുത്തുള്ള കുട്ടികൾക്ക് അടുത്തുള്ള കോളേജ് കിട്ടണം എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് പ്രയോറിറ്റി ചെയ്ത് വെക്കണം. പക്ഷേ പ്രയോറിറ്റി ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു കോളേജിൽ ആരൊക്കെ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്, ഇനി വേക്കൻസി ഉണ്ടോ എന്നതൊക്കെ മനസ്സിലാക്കിയിട്ട് മാത്രമാണ് നിങ്ങൾ ആ ഒരു ഓപ്ഷൻ വെക്കേണ്ടത്. വേക്കൻസി ഇല്ലാത്ത കോളേജസിലേക്ക്, അതായത് നിങ്ങളുടെ കാറ്റഗറിയിൽ വേക്കൻസി ഇല്ലാത്ത കോളേജിലേക്ക് നിങ്ങൾ വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഒരു കാര്യവുമില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചും കണ്ടും മാത്രം ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നോക്കുക. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ INC അപ്രൂവൽ കിട്ടിയ കുറച്ച് കോളേജസിന് ഇപ്പോൾ അപ്രൂവൽ വന്നിട്ടില്ല. അതിന് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പതിയെ പതിയെ അതിന് അപ്രൂവൽ കിട്ടുന്നതായിരിക്കും. അതായത് മുൻ വർഷങ്ങളിൽ ഓൾറെഡി INC അപ്രൂവലൊക്കെ വർഷങ്ങളായിട്ട് കിട്ടിക്കൊണ്ടിരുന്ന കോളേജസിന് ഇപ്പോൾ അപ്രൂവൽ ഡിലേ ആയിരിക്കുന്നു എന്ന് വിചാരിച്ച് നിങ്ങൾ പേടിക്കേണ്ട ഒരു ആവശ്യവുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കോളേജിന് പതിയെ അപ്രൂവൽ കിട്ടുന്നതായിരിക്കും. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോളേജിൽ ഡയറക്റ്റ് അന്വേഷിക്കാവുന്നതുമാണ്. മാക്സിമം ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടും വളരെ ശ്രദ്ധിച്ചും വേണം നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പറഞ്ഞു തരുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ആരുടെ വീഡിയോസ് കണ്ടാലും മുഴുവനായിട്ട് കണ്ട് മനസ്സിലാക്കി ശ്രദ്ധിച്ച് വേണം ഇനി ഒട്ടും അലോട്ട്മെന്റ് ഇതുവരെയും കിട്ടാത്ത കുട്ടികളായാൽ പോലും ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. വാക്കൻസി മനസ്സിലാക്കിയിട്ട് വേണം ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. നിങ്ങളുടെ കാറ്റഗറി ബേസ് ചെയ്തിട്ട് വേണം ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. ഇത് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് എടുത്തെടുത്ത് പറയുന്നത്. മനസ്സിലാക്കിയിട്ട് വേണം ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. നമ്മൾ മുന്നേ പല കുട്ടികളും അതായത് ഇഷ്ടപ്പെടാത്ത കോളേജസ് വരെ ഓപ്ഷനിൽ വെച്ചതിന് ശേഷം പ്രയോറിറ്റി കൊടുക്കുകയാണ് ചെയ്തത് ഇഷ്ടപ്പെടാത്ത കോളേജസിന്. അത് കാരണം പല കുട്ടികൾക്കും ഇഷ്ടപ്പെടാത്ത കോളേജസ് ആണ് കിട്ടിയത്. അവർക്ക് അവിടെ അഡ്മിഷൻ എടുക്കേണ്ടത് നിർബന്ധമായിട്ട് വരികയും ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ അഡ്മിഷൻ എടുത്ത കുട്ടികളും ശ്രദ്ധിച്ച് വേണം ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാൻ. അതുപോലെ തന്നെ പല കുട്ടികളുടെയും ഡൗട്ടാണ്, നിങ്ങൾക്ക് ഇനി സ്പെഷ്യൽ അലോട്ട്മെന്റിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാഷ് ട്രാൻസ്ഫർ ആകുമോ എന്നുള്ളത്. നിങ്ങളുടെ ക്യാഷ് ട്രാൻസ്ഫർ ആവുകയല്ല, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരികയായിരിക്കും ചെയ്യുന്നത് എന്നതാണ് നമുക്കിപ്പോൾ കിട്ടുന്ന അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ സ്പെഷ്യൽ അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ഡയറക്റ്റ് പോയി അഡ്മിഷൻ എടുക്കേണ്ടതുമാണ്. മാക്സിമം നിങ്ങൾക്ക് പ്രയോറിറ്റി ആയിട്ടുള്ള കോളേജസ് മാത്രം വെക്കുക. ആവശ്യമില്ലാതെ ഒരുപാട് കോളേജസ് വെക്കാതിരിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജസ് മാത്രം വെക്കുക. ഇനി സ്പെഷ്യലിൽ ഇഷ്ടപ്പെടാത്ത കോളേജ് കിട്ടിയാൽ അടുത്ത സ്പെഷ്യലിൽ മാറ്റാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കോളേജസ് നിങ്ങൾ ഓപ്ഷൻ വെക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ സ്പോട്ട് അലോട്ട്മെന്റിന്റെ കാര്യം പറയുവാണ് എന്നുണ്ടെങ്കിൽ, സ്പോട്ട് അലോട്ട്മെന്റ് അവർ പറയുന്ന LBS പറയുന്ന ഫെസിലിറ്റേറ്റഡ് സെന്ററിലേക്ക് നിങ്ങൾ ചെന്നാണ് സ്പോട്ട് അലോട്ട്മെന്റിന് പങ്കെടുക്കുന്നത്. അതുപോലെ സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് ഏത് കോളേജിൽ അഡ്മിഷൻ കിട്ടിയാലും അവർ അവിടെ നിർബന്ധമായും അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അവിടെ അഡ്മിഷൻ എടുക്കാത്ത പക്ഷം നിങ്ങളുടെ ടോക്കൺ ഫീസ് പോലും റീഫണ്ട് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. ചെയ്യാതിരിക്കുകയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം സ്പോട്ട് അലോട്ട്മെന്റ് എന്ന് പറയുന്നത് ഏറ്റവും അവസാനത്തെ അലോട്ട്മെന്റ് ആണ്. ആ കുട്ടികൾ സ്പോട്ടിൽ വരുന്നത് അഡ്മിഷൻ അത്രയും ഈഗർലി വെയിറ്റ് ചെയ്ത് വരുന്നത് കൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു കുട്ടിക്ക് അഡ്മിഷൻ കിട്ടിയിട്ട് ആ കുട്ടി അഡ്മിഷൻ അവിടെ എടുക്കാതിരുന്നു കഴിഞ്ഞാൽ അത് മറ്റൊരു കുട്ടിയുടെ ചാൻസിനെ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ LBS അങ്ങനെയുള്ള കുട്ടികൾക്ക് ചിലപ്പോൾ ടോക്കൺ ഫീ റീഫണ്ട് ചെയ്ത് തരാനും സാധ്യത ഉണ്ടായിരിക്കുന്നതല്ല. അതുകൊണ്ട് നിങ്ങൾ സ്പോട്ട് അലോട്ട്മെന്റ് വരെയൊക്കെ പോകാൻ നിൽക്കുന്ന കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ സ്പോട്ട് അലോട്ട്മെന്റിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കണം എന്നുള്ളത് നിർബന്ധമാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ റീഫണ്ട് പോലും കിട്ടിയില്ല എന്ന് വരാം. അതൊക്കെ ശ്രദ്ധിച്ച് വേണം നിങ്ങൾ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ലോങ് വീഡിയോ ആയാൽ പോലും കൂടുതൽ ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടേ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലുള്ള അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഉടൻ തന്നെ ഈ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.